ബന്ധങ്ങളിലും പരസ്പരം വഴക്കുണ്ടാകുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ അവസാനം ഹേർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ഇമോഷണൽ ലാംഗ്വേജസ് മനസ്സിലാക്കാത്തത് കൊണ്ടാകാം. എപ്പോഴും ഒരു സ്ത്രീ അല്ലെങ്കിൽ വൈഫ് കരയുന്നത് അവരൊരു ഡ്രാമ ക്യൂൺ ആയതുകൊണ്ട് മാത്രമല്ല, അവരവരുടെ ഇമോഷൻസ് അവിടെ തുറന്നു പറയാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ എപ്പോഴും ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു പുരുഷന് ഷൗട്ട് ചെയ്യുന്നതും സൈലന്റ് ആകുന്നതും അവർക്ക് ദേഷ്യമുള്ളതുകൊണ്ട് മാത്രമല്ല, ചിലപ്പോഴൊക്കെ അവർ എക്സോസ്റ്റഡ് ആകുന്നതുകൊണ്ടും ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ടും ആകാം. ഇതൊരിക്കലും ഒരു സ്ത്രീയെ അവോയ്ഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറെടുപ്പോ ഒന്നുമല്ല. ഇത് അവരുടെ ഒരു ഇമോഷണൽ സ്ട്രെസ് കൊണ്ട് അവരുടേതായ ഒരു കോപ്പിംഗ് മെക്കാനിസം മാത്രമാണ്. ഇത്തരത്തിൽ ഒരു പുരുഷൻ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു സ്ത്രീ ചിന്തിക്കുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അവരുടെ പുറകെ നടന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്തു പറ്റി, എന്താണ്, എന്നോട് ഇഷ്ടമില്ലേ, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പുരുഷന്മാർ എപ്പോഴും സൈലന്റ് ആകുന്നതും ഷട്ട് ഡൗൺ ആകുന്നതും അവരുടെ ഇമോഷണൽ സ്ട്രെസ് കൊണ്ടിട്ടാണ്. ചിലരൊക്കെ അപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു സ്പേസ് ആണ്, അതായത് ഒന്ന് ചിന്തിക്കാനും ഒന്ന് സൈലന്റ് ആയി ഇരിക്കാനും ഒക്കെയാണ് അവർ ആ ഒരു സ്പേസ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് ഇത്തരത്തിലൊരു വിഷമങ്ങൾ വരുന്ന ഒരു അവസ്ഥ വന്നാൽ അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്കിത് തുറന്ന് സംസാരിക്കണം, എങ്കിൽ മാത്രമേ അവർക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഈ രണ്ട് രീതിയിലുള്ള ആളുകൾ മാച്ച് ആകാതെ വരുമ്പോഴാണ് ദീസ് ടു പീപ്പിൾ ഹൂ ലവ് ഈച്ച് അതർ ആൻഡ് എൻഡ് അപ്പ് ഹേർട്ടിങ് ഈച്ച് അതർ. രണ്ട് തരത്തിലുള്ള ഇമോഷൻസ് ഉള്ള ആളുകൾ പരസ്പരം ഒന്ന് പോസ് ചെയ്ത് മനസ്സിലാക്കുക. എനിക്ക് നിന്നെ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം എന്നുള്ളത് തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ദ പ്രോബ്ലം ഈസ് നോട്ട് ദാറ്റ് യു ഡോണ്ട് ലവ് ഈച്ച് അതർ, ദ പ്രോബ്ലം ഈസ് യു സ്പീക്ക് ഡിഫറെൻറ്റ് ഇമോഷണൽ ലാംഗ്വേജസ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇമോഷണൽ ലാംഗ്വേജസ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഫൈറ്റ് ഉണ്ടാകുന്നത്, അല്ലാതെ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല.